അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ രാജ്യം 1950 ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകൾ ഭരണം നടത്തേണ്ട ഒരു വ്യവസ്ഥയിലേക്ക് മാറിയ ലോകത്തെ തന്നെ ഏറ്റവും മുന്തിയ ഭരണഘടനാധിഷ്ഠിത രാജ്യങ്ങളിൽ ഒന്നാണല്ലോ. നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യം ഭരിക്കേണ്ടത് ജനങ്ങളാണ്. ഈ രാജ്യം ഭരിക്കേണ്ടത് എന്തെല്ലാം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും ജനങ്ങളാണ്. ആ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണകൂടം, അവർ തിരഞ്ഞെടുത്ത ഒരു ഭരണ വ്യവസ്ഥ, ഇതിലൂടെ ഒരു രാജ്യം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അത് റിപ്പബ്ലിക്കായി മാറുന്നത്. നമ്മുടെ രാജ്യം 1950 ഈ രാജ്യത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിമഹത്തായ ഒരു ഭരണഘടന തന്നെ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളൊരു റിപ്പബ്ലിക്കായി മാറുന്നത്. ഈ ഭരണഘടന ഉള്ള കാലത്തോളം ഇന്ത്യ രാജ്യം ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് മത സഹിഷ്ണുതയും സൗഹാർദ്ദവും അതുപോലെ തന്നെ സമാധാനവും നിലനിൽക്കുന്ന രാജ്യമാകും എന്നതിൽ തർക്കമില്ല. ഭരണഘടന പല രീതിയിലുള്ള ഭീഷണികളും ആധുനിക കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ പൗരബോധവും അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് അനുസൃതമായി കൊണ്ട് അവർ നടത്തുന്ന പോരാട്ടങ്ങളുമൊക്കെ ഈ രാജ്യം നിലനിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമായി നമ്മുടെ രാജ്യം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല ഡെമോക്രസിയായി, സെക്യുലറിസം മുഖമുദ്രയാക്കിയ സോഷ്യലിസത്തിലൂടെ മുന്നേറുന്ന ഒരു പരമാധികാര രാജ്യമായി ലോകാവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്, മേരാ ഭാരത് മഹാൻ, ജണ്ട ഊഞ്ച രഹേ ഹമാര. നന്ദി, താങ്ക് യു.